വലിയൊരു ദുരന്തം സംഭവിച്ചിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനമുണ്ടായി. രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരികയാണ്. രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ സൈനിക വിഭാഗങ്ങളെ നിയോഗിച്ചു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു എന്നാണ് അല്പം മുമ്പ് അമിത്ഷായുടെ പ്രതികരണം. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി 20ഓളം പേരെ രക്ഷിച്ചു സൈന്യം എന്ന വിവരം വരുന്നുണ്ട്. 180 സൈനികർ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. NDRFിന്റെ 4 ടീമിനെയും ITBPയുടെ 3 ടീമിനെയും രക്ഷാപ്രവർത്തനത്തിനായി അയച്ചതായാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ അല്പം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. മിന്നൽ പ്രളയവും മണ്ണിടിച്ചിലുമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു ദുരന്തം. അതേസമയം തന്നെ ഉത്തരാഖണ്ഡിൽ സമാനമായ ദുരന്തങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ന് അപ്രതീക്ഷിതമായ ഒരു ദുരന്തം ഉണ്ടാവുകയായിരുന്നു. കാലാവസ്ഥാ മുന്നറിയിപ്പൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായ ഒരു ദുരന്തമായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമാകുന്നുമുണ്ട്. കുത്തി ഒലിച്ച് എത്തിയതാണ് തരാലി ഗ്രാമത്തിന്റെ ഒരു ഭാഗമാകെ ഒലിച്ചു പോകുന്നത്, മണ്ണ് കൊണ്ട് മൂടുന്നത്, പ്രളയജലത്താൽ മൂടുന്നതാണ് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഖീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒഴുകി എത്തുകയായിരുന്നു. ഭയാനകമായ ശബ്ദം കേട്ട് അപകട സാഹചര്യം തിരിച്ചറിഞ്ഞ് ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് വിഫലമാകുന്നതാണ് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു കാർ ഉൾപ്പെടെ ഈ അപകട പ്രദേശത്ത് കൂടി കടന്നു പോകുന്നത് ആ ദൃശ്യങ്ങളിൽ ഉണ്ട്. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരും അപകടത്തിൽപ്പെട്ടു എന്ന ദുഃഖിപ്പിക്കുന്ന വാർത്തയാണ് അവിടെ നിന്ന് വരുന്നത്. അതേസമയം തന്നെ 20ഓളം പേരെ ഇപ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന സൈന്യത്തിൻ്റെതായ പുതിയ വിവരവും വരികയാണ്. ഉത്തരകാശിയിൽ വലിയ ദുരന്തത്തെ രാജ്യം നേരിടുകയാണ്. എത്ര പേർക്ക് ജീവൻ നഷ്ടമായി എന്നതടക്കമുള്ള കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയും ഇപ്പോൾ ഇല്ല. സമീപത്തുണ്ടായിരുന്ന ആളുകളെ എയർബേസിലേക്ക് ഉൾപ്പെടെ മാറ്റുന്നു, സൈനിക കേന്ദ്രത്തിലേക്ക് മാറ്റുന്നു. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തുടരുന്നുണ്ട്. ബാലു, രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ സമയമാണ്. ഇപ്പോൾ കൂടുതൽ സൈനികരെ അവിടേക്ക് അയക്കുന്നു എന്ന് ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെതായും എന്തൊക്കെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ വരുന്നത്? ഉത്തരാഖണ്ഡ് സർക്കാർ ഈ ഖീർഗംഗയിലും ധാരാലിയിലും ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളെ അല്ലെങ്കിൽ ഈ ദുരന്തത്തെ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഡെറാഡൂണിലെ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഈ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ, അതായത് ഉത്തരാഖണ്ഡ് ചീഫ് സെക്രട്ടറി, ഉത്തരാഖണ്ഡ് DGP ഉൾപ്പെടെ ഉള്ളവരുടെ നേതൃത്വത്തിൽ ഈ സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പുഷ്കർ സിംഗ് ധാമിയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. തുടർന്ന് ITBPയുടെ 3 സംഘത്തിനെയും അതുപോലെ തന്നെ NDRFിൻ്റെ 4 അംഗ സംഘത്തിനെയും 4 ടീമുകളെയും ഈ രക്ഷാപ്രവർത്തനത്തിനായി ഉടൻ വിന്യസിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന്, അതായത് ധാരാലിയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഹാർഷിലേക്ക് എത്തും. ഹാർഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗോത്രിക്ക് സമീപത്തുള്ളൊരു പ്രദേശമാണ്. ഇന്ത്യയിലെ ഇൻഡോ ചൈന ബോർഡറിൻ്റെ സമീപത്തുള്ള ഒരു സൈനിക ക്യാമ്പ് കൂടിയാണ് ഈ ഹാർഷിലെ സൈനികരെയാണ് ആദ്യം ഈ രക്ഷാപ്രവർത്തനത്തിനായി വിന്യസിച്ചിരുന്നത്. ഈ അപകടമുണ്ടായി 10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഈ ഹാർഷിലെ സൈനിക ക്യാമ്പിൽ നിന്ന് 150ഓളം സൈനികരാണ് ഈ രക്ഷാപ്രവർത്തനത്തിനായി ഈ അപകടം നടന്ന സ്ഥലത്തെത്തിയതെന്നാണ് കരസേന അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്ന് 20ഓളം പേരെ രക്ഷപ്പെടുത്തിയും അവരെ ഹാർഷിൽ സൈനിക ക്യാമ്പുകളിലേക്ക് കൊണ്ടുപോയി കൂടുതൽ അവർക്ക് വേണ്ട വൈദ്യ സഹായം ഉൾപ്പെടെയുള്ളവ നൽകി വരികയും ചെയ്യുന്നുണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഈ മേഘവിസ്ഫോടനം ഉണ്ടായത്. തുടർന്ന് ഈ വലിയ തോതിൽ ഖീർഗംഗ നദിയിൽ നിന്ന് വലിയ തോതിൽ ഈ വെള്ളവും അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടലിന് സമാനമായ രീതിയിൽ ഈ ജലവും മണ്ണുമൊക്കെ വരികയും താഴ്പ്രദേശത്തുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൂർണ്ണമായും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഒരു ഗ്രാമം പൂർണ്ണമായും തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മരണസംഖ്യയും മറ്റും ഇനിയും ഉയരുവാനാണ് സാധ്യത. ഔദ്യോഗികമായ 6 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പക്ഷേ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം മരണസംഖ്യ അതിലും വളരെ അധികം ഉയരുവാനാണ് സാധ്യത. നിലവിൽ തന്നെ 50-ലധികം പേരെ കാണാനില്ല എന്നാണ് ഈ പ്രാദേശിക മാധ്യമങ്ങളും മറ്റും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ആധികാരികവും അല്ലെങ്കിൽ ഔദ്യോഗികവുമായ അത്തരത്തിലുള്ള ഒരു വിവരവും ഇപ്പോൾ ഉത്തരാഖണ്ഡ് സർക്കാർ പങ്കുവയ്ക്കുന്നില്ല. ഏതായാലും രക്ഷാപ്രവർത്തനത്തിനാണ് ഇപ്പോൾ ഈ മുൻഗണന നൽകുന്നത്. സൈന്യത്തിന് പുറമെ ITBPയും അതുപോലെ തന്നെ NDRFും SDRFും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോൾ സജീവമായി തന്നെ ഇടപെടുന്നുണ്ട്. പരമാവധി പേരെ ഈ അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്ന
ദൗത്യം അല്ലെങ്കിൽ ആ ദൗത്യത്തിലാണ് ഇപ്പോൾ ഈ വിവിധ സേനാ വിഭാഗങ്ങളും മറ്റും ഏർപ്പെട്ടിരിക്കുന്നത്.